ദേവദാസൻ തിയോഫിനച്ചൻ്റെ സ്മൃതിപഥത്തിൽ നിന്ന് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ദേവദാസൻ്റെ മാധ്യസ്ഥ ശക്തി നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടിങ്കിളും അവരുടെ കുടുംബത്തിലും ദൈവം വർഷിച്ച അനുഗ്രഹങ്ങൾ. അപ്പോൾ ടിങ്കിൾ പറയുകയുണ്ടായി, ഞാൻ തിയോഫിനച്ചൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യം പ്രാർത്ഥിച്ചത് എനിക്കൊരു അനുജനെ കിട്ടണമെന്നാണ്. അപ്പോൾ ആ അനുജനെ കിട്ടിയ സാഹചര്യവും അനുഭവങ്ങളും ഒന്ന് നമുക്ക് ശ്രമിക്കാം. അത് ടിങ്കിളുടെ മമ്മി നമ്മളോട് ഷെയർ ചെയ്യും. എങ്ങനെയാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഈശോ ഉത്തരം തന്നത്? ട്വിങ്കിളിന് ഒരു സിബ്ലിങ്ങിന് അവന് പറഞ്ഞ പോലെ എനിക്കൊരു വാവേനെ വേണം എനിക്ക് കളിക്കാനായിട്ട്. ടിങ്കിൾ എപ്പോഴും കുഞ്ഞിലെ ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിൽ ടിങ്കിൾ എപ്പോഴും ടിങ്കിളുടെ കയ്യിലുള്ള ഈ കുഞ്ഞു ഉണ്ണീശോനെ വെച്ചിട്ടാണ് ടിങ്കിൾ എന്നും വർത്താനൊക്കെ പറയും. അങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന തിയോഫിനച്ചൻ്റെ അടുത്ത് വരുമ്പോൾ അവളെയും കൊണ്ട് തന്നെ. അപ്പോൾ അവളിങ്ങനെ പറയും, ഞമ്മലെ മോനെ നമുക്കിടെ സാഹചര്യവും നമുക്കിടെ സാമ്പത്തികവും അങ്ങനെ നമുക്ക് പറ്റാത്തൊരവസ്ഥയാണ്. പക്ഷേ തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു. നമുക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥ, കയറി കിടക്കാൻ ഒരു ഇടമില്ലാത്തൊരവസ്ഥയിലൊക്കെ ആയിരുന്നു അന്നേരം. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ഒരു വാവ അവൾ കരുതിയതുപോലെ തന്നെ ഒരു അനിയമാവനെ തന്നെ കിട്ടണമെന്ന് തന്നെ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവൻ ഈ ഉണ്ണീശോനെ പോലത്തെ ഒരു വാവനെ വേണമെന്നാണ് തിയോഫിനച്ചനോട് പറഞ്ഞത്. അതുപോലെ തന്നെ ഞാൻ ഈ ഇമ്മാനുവലിനെ ഗർഭിണിയായിരുന്ന സമയത്ത് 2ാം മാസത്തിൽ ഈ ട്വിങ്കിളിനെ പ്രസവിക്കുന്നതിന് മുമ്പ് കുറേ പ്രയാസങ്ങളുണ്ടായിരുന്നു. യൂട്രസിൽ സ്റ്റിച്ചിടേണ്ട അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആരുമില്ലാത്ത അവസ്ഥയിൽ ഇതൊന്നും കൂടാണ്ട് ഞങ്ങൾക്ക് ഇമ്മാനുവലിനെ കിട്ടി. അതിനു മുമ്പ് തന്നെ എനിക്ക് ഒരു 3ാം മാസമായപ്പോൾ പൂച്ച കടിക്കുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുക്കുന്ന അവസ്ഥയിലൊക്കെ ഞാൻ തിയോഫിനച്ചനെ വിളിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഇഞ്ചക്ഷന് തയ്യാറല്ല, ഞാൻ ധൈര്യപൂർവ്വം ഒരു ഉറപ്പായിട്ട് ഞാൻ മുന്നോട്ട് പോയി. അങ്ങനെ ആദ്യത്തെ സിസേറിയൻ ആയിരുന്നു. 2ാമത്തെ നോർമൽ ഡെലിവറിയിലൂടെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ച് ഇവിടം വരെ എത്തിച്ചു. അത് ഒരു അത്ഭുതമാണ്. സാധാരണ ഒരു സിസേറിയൻ ആണെങ്കിൽ അടുത്തതും ഓട്ടോമാറ്റിക്കായിട്ട് സിസേറിയൻ തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അത് തന്നെ ഒരു വലിയൊരു മാധ്യസ്ഥ. 2 പ്രതിസന്ധി വന്നതിൽ ഒന്ന് പൂച്ച കടിച്ച്, 2ാമത് ഷോക്ക് അടിച്ച് വീണ് ആരുമില്ല. ഷോക്ക് അടിച്ച് വീണപ്പോ അപ്പൊ ടിങ്കിള് മാത്രമാണ് ആ വീട്ടിലുണ്ട്. ഞങ്ങൾ ഒറ്റക്ക് താമസിക്കണം അവിടെ. ടിങ്കിളാണ്ട് നാരങ്ങ വെള്ളം പിഴിഞ്ഞാണ് കൊടുത്ത. എനിക്ക് ജോലി സ്ഥലത്ത് നിന്ന് എനിക്ക് വരാൻ പറ്റില്ല, ഓടിപ്പിടിച്ച്. അപ്പൊ ടിങ്കിളാണ് ആ നാരങ്ങ വെള്ളം പിഴിഞ്ഞ് കൊടുത്തത്. ഞാൻ വരുമ്പോ ചിലപ്പോ 1-2 മണിക്കൂർ കഴിയും. അപ്പൊ അതൊക്കെ ഒരു നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരുപാട് അനുഗ്രഹങ്ങളാണ്. ഇവരുണ്ടായ അനുഗ്രഹവും നമുക്ക് അതിനുള്ള സാഹചര്യങ്ങള്. അപ്പൊ ഞങ്ങളോടത്ത് എവിടെയാ പ്രസവിച്ചിടാൻ പറ്റിയ ഒരു ഇടമില്ലാത്തൊരവസ്ഥ, അതൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നല്ല വലിയൊരു വീട്, അതൊന്ന് ഞങ്ങൾക്ക് അന്നേരം കിട്ടിയ വീട്. എല്ലാവരും ഇതെങ്ങനെ ഇത്രയും വലിയ വീട് ഈ അറ്റപ്പെട്ട സമയത്ത്? കാരണം എൻ്റെ പ്രസവത്തിന് ഒരാഴ്ച മുമ്പാണ് ആ ഇടം ഞങ്ങൾക്ക് കിട്ടിയത്. അതും ഒരു നല്ല ഇടം ദൈവം തിയോഫിനച്ചനോട് ഞങ്ങൾക്ക് ആ മാധ്യസ്ഥയിലൂടെ അതൊക്കെ ഞങ്ങൾക്ക് എനിക്ക് തന്നെ പറയാൻ പറ്റുള്ളൂ. അത്രയ്ക്ക് അനുഗ്രഹങ്ങളാണ് ആ സമയത്തൊക്കെ കിട്ടിയത്. കാരണം അവസാന നിമിഷവും ഞാൻ ഓരോ സാധനങ്ങൾ എടുക്കുമ്പോഴും ആദ്യത്തെ സ്റ്റിച്ചിട്ട് കിടന്ന ഞാനല്ല, ലാസ്റ്റ് സമയം എല്ലാം തന്നെ എനിക്ക് ചെയ്യാൻ പറ്റി. ടിങ്കിളിനെ പ്രസവിക്കുന്ന സമയത്ത് സ്റ്റിച്ചിട്ട് കട്ടിൽ കിടക്കണ അവസ്ഥയിലാണ് ഞാൻ പ്രസവം വരെ എത്തിച്ചത്. പക്ഷെ ഇമ്മാനുവലിന് യാതൊരുവിധ കുഴപ്പമില്ലാണ്ട് അവനെ സിസേറിയനിലൂടെ എല്ലാ ജോലികളും ചെയ്ത് അവിടം വരെ എത്തിക്കാൻ തിയോഫിനച്ചൻ ശരിക്കും അത് കൈപ്പിടിച്ചാണ് ഞാൻ മുന്നേറിക്കൊണ്ടിരുന്നത്. ഇരുവരും ഡോക്ടർമാർ എന്നെ സമ്മതിച്ചു എന്ന് പറഞ്ഞു. അവസാനം വീട് ഷിഫ്റ്റ് ചെയ്തപ്പോ ആരും ഉണ്ടായിരുന്നില്ല. ആരും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. വീട് ഷിഫ്റ്റ് ചെയ്ത് ഞങ്ങൾ 2 പേരും ഈ അലമാരിയൊക്കെ പിടിച്ച് 2 നിലയുടെ മേളിൽ കയറ്റിയ. അത് ഒരാഴ്ചയുള്ളൂ പ്രസവിക്കാൻ. ടിങ്കിളെ പ്രസവിക്കാൻ 5ാം മാസം തൊട്ട് 8ാം മാസം വരെ ചരിഞ്ഞ കട്ടിലേക്ക് കിടത്തിയ അവസ്ഥയിൽ ഒന്ന് മാറി. ഒരാഴ്ച മുമ്പ് വരെ സിന്ധു ആ അലമാരും പിടിച്ച് വീടിന്റെ മേലോട്ട് കയറ്റിയെന്ന് പറഞ്ഞ ഒരു വീട് ഷിഫ്റ്റിങ്ങിനോട് എന്തോരം ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അതുവരെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഇവനെ ലിസി ഹോസ്പിറ്റലിൽ ചെന്ന് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇവനെ അവിടുന്ന് ഇറക്കിക്കൊണ്ടുവന്നത്. ഏപ്രിൽ മാസത്തിലാണ് ഇമ്മാനുവൽ ജനിച്ചത്. അപ്പൊ ഏപ്രിൽ മാസത്തില് ഞാൻ ഈ ഇവിടെ എല്ലാ വർഷത്തിലും തലേദിവസം ഞങ്ങള് ഇവിടെ ഒരുക്കാൻ വരും. അപ്പൊ തലേന്ന് ഞാൻ ഇവിടെ വന്നപ്പോ ആദ്യത്തെ ടിങ്കിളിനെ ഗർഭിണിയായിരുന്ന അവസ്ഥയിലല്ല, നേർവയറായിട്ട് ഞാൻ ഇവിടെ വരുമ്പോഴും ആൾക്കാരും ഈ കുട്ടി ഇങ്ങനെ വന്നല്ലോ. അവിടെ നിന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ പ്രസവിക്കുകയും ചെയ്ത്. തിയോഫിനച്ചൻ്റെ പരിപാടിക്ക് ശേഷം ഞാൻ ഇവിടെ നിന്ന് അരിയൊക്കെ ചെയ്ത് അതൊക്കെ എല്ലാം ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണ്. അതെ, ടിങ്കിളിന് കിട്ടിയ അതുപോലെ ഈ കുടുംബത്തിന് കിട്ടിയ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥതയിൽ ലഭിച്ച വലിയൊരു അനുഗ്രഹമാണ് ഇമ്മാനുവൽ. ഒരു
ചെസ് കളിക്കൊക്കെ താല്പര്യമുള്ള കുട്ടിയാണ്. ചെസ്സിനൊക്കെ ചില കോമ്പറ്റീഷനിലൊക്കെ അവൻ പോയിട്ടുണ്ട്. അവന് ചില പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ക്യാഷ് അവാർഡ് കിട്ടുമ്പോൾ അവൻ അത് വെച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ നേടും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഈ ചെസ് ബോർഡ് ഇമാനുവലിന് ഒരു കോമ്പറ്റീഷനിൽ ചെറിയൊരു ക്യാഷ് അവാർഡ് കിട്ടിയപ്പോൾ ആ ക്യാഷ് അവാർഡ് കൊണ്ട് അവൻ ഈ ഒരു ചെസ് ബോർഡ് സ്വന്തമാക്കി. അതോടൊപ്പം തന്നെ അവൻ്റെ ഇഷ്ടങ്ങൾ, അവൻ്റെ ആഗ്രഹങ്ങൾ അവൻ ഈശോ എടുത്ത് പ്രാർത്ഥിക്കും. അപ്പോൾ ഏതെങ്കിലും ഒരു മത്സരത്തിന് ചെല്ലുമ്പോൾ ആ മത്സരത്തിൽ ക്യാഷ് അവാർഡ് കിട്ടും, ആ ആഗ്രഹം സഫലീകരിക്കും. അപ്പോൾ ഇമാനുവലിന് എന്താണ് പറയേണ്ടത്? തിയോഫിനച്ചൻ്റെ അടുത്തൊക്കെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇമാനുവൽ ഇവിടെ വന്ന് ഈ തിയോഫിനച്ചൻ്റെ മാധ്യസ്ഥത്തിൽ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? എന്താണ് പ്രാർത്ഥിച്ചത്? ആദ്യം ക്യാഷ് പ്രൈസ് മേടിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അത് മേടിച്ചതായിട്ട് ഞാൻ ഒരു റിമോട്ട് കാർ മേടിച്ചിരുന്നു. പിന്നെ ഞാൻ രണ്ടാമത് പ്രാർത്ഥിച്ചെന്താന്ന് വെച്ചാൽ എനിക്കൊരു പ്രൊജക്ടർ വേണമെന്നുണ്ടായിരുന്നു. എന്താ വെച്ചാൽ എൻ്റെ വീട്ടിലെന്താണ് TV ഇല്ല, ഞങ്ങൾക്ക് കാണാം. എപ്പോഴും വെറുതെ ഇരിക്കാൻ മാത്രമേ ഉള്ളൂ ഒരു റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ പ്രൊജക്ടർ മേടിച്ച് എന്താണ് കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോഴും. പിന്നെ ഞാൻ മേടിച്ചത് ഡ്രോണാണ്. അത് മേടിച്ച് അതും കുഴപ്പമില്ല. പിന്നെ ഇതും മേടിച്ച്. പിന്നെ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടായത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചേച്ചിക്ക് ജയിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഫെഡറേറ്റഡ് റൗണ്ടിൽ ഈ കഴിഞ്ഞേ ഉള്ളൂ. അതാണ് ഈ കഴിഞ്ഞ ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ ഉണ്ടായിരുന്ന. ഞാൻ സാറ്റർഡേ പ്രാർത്ഥിച്ചു. പിന്നെ ചേച്ചി അങ്ങനെ തോക്കുന്നുണ്ടായിരുന്നില്ല. നല്ലോണം പെർഫോം ചെയ്ത് ചേച്ചിക്ക് പിന്നെ എന്താണ് പ്രൈസ് കിട്ടി. കാരണം എനിക്ക് നല്ലോണം സന്തോഷമായി. അതിനെക്കുറിച്ച് ഒന്ന് ടിങ്കിൾ ലാസ്റ്റ് അതൊന്ന് പറയാമോ? അത് കാരണം ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു വലിയൊരു കോമ്പറ്റീഷൻ, ടിങ്കിളിനെ പഠിപ്പിച്ച അധ്യാപകർ പോലും ടിങ്കിളിൻ്റെ എതിർ സ്ഥാനത്ത് വന്നു. അവരെ പോലും തോൽപ്പിക്കാനായിട്ടുള്ള അല്ലേ പോയിന്റ് ടിങ്കിളിനെ പഠിപ്പിച്ച സാറന്മാർക്ക് പോയിന്റ് വളരെ കുറവ്. അതൊന്ന് പറയാമോ ആ സംഭവം കൂടെ? ലാസ്റ്റ് ഡേ ആയിരുന്നു അത് കഴിഞ്ഞത്. അപ്പോൾ ഞാൻ ആ കളിയില് ആദ്യത്തെ 2 ദിവസം ഞാൻ നല്ല ബാക്കിലായിരുന്നു. 2 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസം എത്തിയപ്പോൾ 2 പോയിന്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛോ ഞാൻ ഇങ്ങനെ തോറ്റു പോണു, എൻ്റെ റേറ്റിംഗ് ഓൾറെഡി പോയി കഴിയാറായി, ഇനി കുറച്ചും കൂടി ഉള്ളൂ എന്ന് പറഞ്ഞു. അച്ഛനത് നൊവേനയുടെ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അച്ഛൻ പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു. ഞാനിവിടെ വന്ന് ടൂർണമെൻ്റ് എല്ലാ ദിവസവും കഴിയുമ്പോഴും വൈകുന്നേരം ഞാനിവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അന്ന് വൈകുന്നേരം ഞാൻ വന്നപ്പോൾ ഞാൻ അച്ഛനെ കണ്ടില്ല. അച്ഛൻ ഉള്ളിലായിരിക്കും. ഞാൻ രാത്രിയാണ് വന്നത്. അപ്പം യാദൃശികമായിട്ട് ഞാൻ ഈ കാറിൽ കയറുന്നതിന് മുമ്പ് ഞാൻ വെറുതെ ഇങ്ങനെ സമാധിയിലോട്ട് നോക്കിയപ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് വരുന്നു. അങ്ങനെ ഞാൻ അച്ഛൻ്റെ ബ്ലെസ്സിങ്ങും മേടിച്ച് പിറ്റേ ദിവസം മുതൽ അടുപ്പിച്ച് 3 കളിയും ജയിച്ച് പിറ്റേ ദിവസത്തെയും കളി ജയിച്ച്. എൻ്റെ കോച്ചർ, പണ്ടത്തെ കോച്ചർ, 2 കോച്ചർമാർ കളിക്കുന്നുണ്ടായിരുന്നു. അവർക്ക് 3.5 പോയിന്റും 4 പോയിന്റൊക്കെ ഉള്ളൂ. എനിക്ക് അവരെക്കാളും സാധാരണ വരുമ്പോൾ കളിയിൽ 2 പോയിന്റ് അവരെക്കാളും കുറവായിരുന്നു. ഈ പ്രാവശ്യം എനിക്ക് 5 പോയിന്റ് കിട്ടി. അവരെക്കാളും വലിയൊരു പൊസിഷനും കിട്ടി, ഒരു പ്രൈസും കിട്ടി. അതൊരു വലിയ അനുഗ്രഹമായിരുന്നു. അത് സീനിയർ ടൂർണമെന്റ് ആയിരുന്നു. എന്നെക്കാളും വലിയ പ്രായമുള്ള ആൾക്കാരുടെ ടൂർണമെന്റ് ആയിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം അത് ഡിഫിക്കൽട്ടായിരുന്നു. ഞാനാണെങ്കിൽ ഈ ബോർഡ് എക്സാം കഴിഞ്ഞേ ഉള്ളൂ. അപ്പം അധികം പ്രാക്ടീസ് കുറവായിരുന്നു. അങ്ങനെ എനിക്കൊരു അതേപോലെ കുറേ ടൂർണമെൻറ്റും ഇതേപോലെ കൈവിട്ട് പോകുമെന്ന് പറഞ്ഞ് ലാസ്റ്റ് കളി അടുപ്പിച്ച് ജയിച്ച് എനിക്ക് കിട്ടാറുണ്ട്. അതൊരു വലിയ അത്ഭുതമായിരുന്നു. കൊല്ലത്തൊക്കെ കളിച്ചപ്പോഴും ജയിക്കില്ല, ഇനി ഞാൻ കളിക്കില്ല എന്ന് പറഞ്ഞോണ്ടിരുന്നു. അയ്യോ ഞാൻ കളിക്കൂല. അച്ഛനെ വിളിച്ചപ്പോ നീ കളിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ തോറ്റ് നിൽക്കുന്ന അവസ്ഥയില് പിറ്റേ ദിവസം മുതൽ 3 കളി അങ്ങോട്ട് അടുപ്പിച്ച് ജയിച്ചപ്പോ പൊസിഷൻ മാറി. എന്നെക്കാളും മോളിത്തെ ബോർഡുകാർ പെട്ടെന്ന് താഴോട്ട് വന്നിട്ട് താഴെയുള്ള ബോർഡിൽ നിന്ന് ഞാൻ മുകളിൽ കയറി. ഇതേപോലെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. 2 മാസത്തിനുള്ളിൽ ഭയങ്കരമായിട്ടുള്ള സമ്മാനങ്ങളാണ് കൂടുതൽ കിട്ടിയേക്കണത്. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ദൈവദാസന്റെ മാധ്യസ്ഥ ശക്തിയാൽ ഇവരുടെ കുടുംബത്തിലും അതുപോലെ എല്ലാ മേഖലകളിലും ദൈവദാസന്റെ മാധ്യസ്ഥ സഹായം എത്രമാത്രം ഇവർക്ക് അനുഗ്രഹമായി എന്ന് നമ്മൾ കേൾക്കുകയായിരുന്നു. നമ്മുടെയും ജീവിതത്തിൽ അതിനകത്ത് പിന്നെ ഒരു സംഭവം ഉണ്ട്. അത് എൻ്റെ ഹസ്ബൻഡിന് 3 ഡിസ്ക് പോയി. 3 ഡിസ്ക് വിട്ട് തന്നെ പോയി. അപ്പൊ അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഇനി ഇത് ഓപ്പറേഷൻ ചെയ്തതിലൂടെ മാറുള്ളൂ എന്ന് തീർത്തും പറഞ്ഞു. അത് ആർക്കും മാറും. അത് നമ്മൾ സ്കാനിങ് ഒക്കെ എടുത്ത് MRI എടുത്തു. അപ്പൊ 3 എണ്ണം
പോയി കിടക്കണേണെന്ന് പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആകെയുള്ള ഒരു വരുമാന മാർഗമാണ് ഹസ്ബൻഡ് ആയിട്ടുള്ളത്. എനിക്കാണ് ജോലിക്ക് പോകാനും പറ്റില്ലാത്തൊരവസ്ഥ. പക്ഷെ അതും പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ഏങ്ങി നടക്കണം, കാല് ഏങ്ങി നടക്കണ ഒരവസ്ഥ. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ തന്നെ എന്ത് പറ്റിയെന്ന് ചോദിക്കുന്ന ഒരവസ്ഥയായി. പയ്യെ തളർന്നു വീഴുന്ന അവസ്ഥയൊന്നും തിയോഫനസിന് ഇപ്പം പൂർണ്ണ ആരോഗ്യമായിട്ട് എല്ലാവരും ഓർത്ത് ഇതെങ്ങനെ മാറി, അതൊക്കെ മാറി. അതും തിയോഫനസിന്റെ ഒരു വലിയ അനുഗ്രഹം. അല്ലെങ്കിൽ ഈ ലെവലിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ ഇരിക്കാനേ പറ്റില്ല. തിയോഫനസിനെ കുറിച്ച് പറയാൻ 100 നാവുകൾ ഇവരുടെ ജീവിതത്തിലുണ്ട്. ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. പ്രിയമുള്ളവരെ, നമുക്കും ഈ പുണ്യ സമാധിയിൽ ദേവദാസൻ്റെ സ്മൃതിപഥത്തിൽ കടന്നു വരാം, അനുഗ്രഹങ്ങൾ നേടാം. ദൈവദാസൻ്റെ മാധ്യസ്ഥ ശക്തി മറ്റുള്ളവരോട് പങ്കുവയ്ക്കുവാൻ ഇതേപോലെ മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകത്തക്ക വേണം ദൈവദാസൻ നമ്മെയും ഈശോയിൽ നിന്ന് അനുഗ്രഹങ്ങൾ വാങ്ങി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഈ കുടുംബത്തിൻ്റെ പേരിലും അതുപോലെ എൻ്റെ പേരിലും ഞങ്ങളെ ശ്രവിക്കുവാൻ കാട്ടിയ സ്നേഹത്തിന് നന്ദി പറയുന്നു. നമുക്ക് വീണ്ടും കാണാം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്നേഹപൂർവ്വം, ബിനോയ് ലീൻ കപ്പൂച്ചൻ.